ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരുപാട് ദിവസത്തിന് ശേഷം ഇന്ന് നമ്മൾ ഒരു ലോങ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ഇതാ വീട്ടിൽ നല്ല മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തൊട്ട് നല്ല ഇടി കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആയിട്ട് നല്ല മഴയൊക്കെ പെയ്ത് നിൽക്കുക. അത്യാവശ്യം വീടിൻ്റെ മുടി തന്നെ കിടപ്പുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ശ്രീദേവി കുട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ഡീപ്പായിട്ടൊന്ന് സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ ചെയ്യാമെന്ന്. ഇത് വീട്ടിൽ തന്നെ കാച്ചി എണ്ണ കേട്ടോ. അത് അങ്ങനെ എണ്ണയെല്ലാം തലയിൽ തേച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് സ്കിൻ കെയറിലോട്ട് നേരെ പോവാം. മഴ ആയതുകൊണ്ട് തന്നെ ചൂടും ഉണ്ട് കേട്ടോ. അങ്ങനെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള രക്തചന്ദനപ്പൊടിയുണ്ട്. അതായത് റെഡ് സാൻഡൽവുഡ് എന്ന് പറയുന്ന പൗഡറും കേർഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. അതാകുമ്പോഴത്തേനും ജസ്റ്റ് ഫേസിൽ നമ്മുടെ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു 2 വീക്സിന് ശേഷമാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. കാരണം എനിക്ക് സമയം കിട്ടാറില്ല, പഠിക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഫേസ് ഒന്ന് ഡ്രൈ ആവട്ടെ. പുറത്ത് നല്ല മഴ നടക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ചായ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അമ്മ. അങ്ങനെ ചായ കുടിക്കുകയാണ്, നല്ല ചൂട് ചായയും. അതോടൊപ്പം കഴിക്കാനായിട്ട് നമുക്കിന്ന് ഉണ്ടായിരുന്നത് ബജിയാണ് കേട്ടോ. വാഴയ്ക്ക ബജിയായിരുന്നു. അങ്ങനെ അത് കഴിച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും മഴയൊന്ന് തോരും, എൻ്റെ തണുപ്പ് മാറി കിട്ടും. കാരണം നല്ല തണുപ്പുണ്ട്. എനിക്ക് തണുപ്പത്ത് കുളിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ചൂടുവെള്ളത്തിലാണെങ്കിൽ പോലും തന്നെ. അങ്ങനെ ചായയെല്ലാം കുടിച്ച് നല്ല ചൂട് പലഹാരവും ചായയും കൂടെ ആകുമ്പോൾ സെറ്റാണ് കേട്ടോ. അങ്ങനെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും കറണ്ട് പോയി ഗൈസ്. മഴയായിട്ട് പിന്നെ പറയണ്ടല്ലോ, ഇടിമിന്നലൊക്കെ ഉള്ളതുകൊണ്ട് കറണ്ടൊക്കെ പോയി. അപ്പം നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. അതിൻ്റെ ഫേസെല്ലാം വാഷ് ചെയ്തിട്ട് വന്ന് ഞാൻ നേരെ നമ്മുടെ ഫെയർ ആൻഡ് ലവ്ലിയാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതാണ് ഫേസിൽ ഒരുപാട് കുളിച്ചിട്ട് വന്നൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുന്നത്. നൈറ്റ് മാത്രമേ മോയ്സ്ചറൈസർ ഞാൻ അപ്ലൈ ചെയ്യാറുള്ളൂ കേട്ടോ. അങ്ങനെ ഫെയർ ലവ്ലി ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഫേസെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഫേസിലൊരു എന്താ പറയുക, ഒരു ഗ്ലോ തന്നെ ഇൻസ്റ്റൻ്റ് ഒരു ഗ്ലോ വരുന്നെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതാണ് പഠിക്കാൻ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വീട്ടിലും ഇതാണ് യൂസ് ചെയ്ത് ഫേസൊക്കെ ജസ്റ്റ് ഒരു മസാജിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫേസിലോട്ട് ഏകദേശമൊക്കെ നമ്മുടെ സ്കിന്നിനൊരു ടോൺ ചേഞ്ചൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ തന്നെ പോൺസിൻ്റെ തന്നെ പൗഡർ അലോവേറ എന്നൊരു പുതിയൊരു ഫ്രാഗ്രൻ്റാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഇതിന് മുന്നേയുള്ള ഗെറ്റ് വിത്ത് മീ വീഡിയോസിന് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു പൗഡർ കൂടെ ഞാൻ ഫേസിലൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഓയിലി സ്കിന്നാണ് തന്നെയും പിന്നെ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഫേസ് നല്ല ഓയിലി ആവാറുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്കിൻ ഓക്കെ ആയിട്ട് നമ്മൾ ലിപ്പിന് വേണ്ടി ചെയ്യുന്നത് ഞാൻ ഒരു വാസലിനാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ചെറിയൊരു ടിൻറ്റഡ് ലിപ് ബാം ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് നേരെ ഹെയർ ഒന്ന് അഴിച്ചിട്ടാം. അപ്പോഴത്തേനും ഹെയറൊക്കെ ഉള്ളതൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് സെറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. വീഡിയോ എടുത്ത് ചെയ്യുമ്പോഴത്തേക്കും കറണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. എന്ത് പറയാനാ. അപ്പോൾ വേറെ വീഡിയോ പിന്നീട് കാണാം. അതുവരെയും ടാറ്റാ, താങ്ക് യു.